ലൂക്കോസിന് സുവിശേഷം 11 അധ്യായത്തിൻ്റെ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 11 വേർഡ്സ് 35. Then watch out that the light in you is not darkness. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നീ നോക്കണം. വളരെ ആഴമേറിയ ഒരു വാക്കായത്. Maybe when many of us know this word, നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരു പക്ഷേ അറിയാം. ഇത് ഡോക്ടർ ലൂക്ക് എഴുതിയ ഒരു ലെറ്ററാണ്. പ്രൈസ് ഗാഡ്. തെയോഫിലോസിന് എഴുതുമ്പോൾ എഴുതി കൊടുക്കുന്ന ഒരു ലെറ്ററാണ്. കാരണം തെയോഫിലോസ് അന്ന് ജാതികളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ദൈവസഭകളുമായിട്ടും വളരെ ഇത് സ്പ്രെഡ് ചെയ്യുകയും തന്നെ ഫലമേൽപ്പിച്ച ഒരു കത്താണ്. ഈ വൈദ്യനായ ഡോക്ടർ ലൂക്ക് ചരിത്രമനുസരിച്ച് ഈസ് ബാക്ക്ഗ്രൗണ്ട് ഫ്രോം ജെൻഡൈൽ. ഈ എഴുത്തുകാരിൽ മുഴുവനും ജെൻഡയിൽ നിന്നൊരാൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ലൂക്ക് ആയിരുന്നു. പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുണ്ടെങ്കിലും ഭൂരിപക്ഷം അങ്ങനെ പറയുന്നു. തൻ്റെ ജനനത്താൽ താൻ ജൂയിഷ് അല്ലായിരുന്നു, ജാതികളിൽ നിന്ന് ജെൻഡയിൽ നിന്ന് വന്ന ആളാണ്. He never married and he lived until the age of 84. 84 വയസ്സുവരെ ഈ വൈദ്യനായ ലൂക്കോസ് ജീവിച്ചു. എന്നാൽ ഈ കത്ത് എഴുതി വരുമ്പോൾ ലൂക്ക് താൻ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ എല്ലാ സത്യങ്ങളും അതൊന്നും കൂടെ റീകളക്ട് ചെയ്ത് എഴുതുന്ന ഒരു കത്തായത്. പ്രൈസ് ഗാഡ്. ഇതിൻ്റെ മേൽവശം ഒന്ന് വായിക്കുമ്പോൾ ഇതെന്താ ഇതിൻ്റെ സാഹചര്യം, ഇത് പറയാനുള്ള സാഹചര്യം? 29 വാക്യം വായിക്കുമ്പോൾ, ആസ് ദ ക്രൗഡ്സ് വേർ increased, he began to say, crowd ഒത്തിരി ആൾക്കാർ ഒത്തിരി തിങ്ങിക്കൂടിയപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്, ഇത് ദോഷമുള്ള വക്രതയുള്ള ഒരു തലമുറയാണ്. അവര് അടയാളം അന്വേഷിക്കുന്നു. And they don't want to listen the word of God. They don't want to listen what Jesus is preaching about. They all need a sign and wonders. അടയാളങ്ങൾ അന്വേഷിക്കുക. എന്നാൽ എൻ്റെ കർത്താവായ യേശു പറഞ്ഞു, യോനയുടെ അടയാളമല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. പ്രൈസ് ഗാഡ്. എന്താ യോനയുടെ അടയാളം? ആസ് വി ഓൾ നോ, യോന നിനവയിൽ ചെന്നു. യോന അധികമൊന്നും പ്രസംഗിച്ചില്ല. ഒരു വലിയ കോൺഫറൻസോ കൺവെൻഷനോ മാസ് യോഗോ ഒന്നും വെച്ചില്ല. ദൈവം നിങ്ങളോട് ചെയ്യാനിരിക്കുന്നത് ഇന്നാണെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അവരത് കേട്ടിട്ട് അതിന് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചില്ല. അടയാളം ചോദിക്കാത്ത വ്യക്തികളായിരുന്നു അന്ന്. കേട്ടത് വിശ്വസിച്ച് ദൈവസനിൽ മടങ്ങി വന്ന് ദൈവസനിൽ താഴ്ത്തി കൊടുത്ത് ദൈവവുമായിട്ട് അടുക്കുന്ന ഒരു കൂട്ടം ജനമായിരുന്നു നിനവയിലുണ്ടായിരുന്ന ജനം.
എന്നാൽ കാലം മാറിയപ്പോൾ യേശു ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുന്നു, യോനയുടെയും അവിടെയുള്ള ജനത്തിൻ്റെയും ഉദാഹരണമല്ലാതെ എനിക്കൊന്നും പറയാനില്ല. I'm not able to show you any wonders or signs which you are seeking for. നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു പ്രത്യേക അടയാളം, ഉദാഹരണം, ഇത് പരിശുദ്ധാത്മാവാണോ, ഇത് അന്യഭാഷയാണോ, ഇത് ദൈവികമാണോ എന്നിങ്ങനെ പലതും 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 ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഒബ്സർവേഷൻ മാത്രം ചെയ്യുന്ന, സൂപ്പർവിഷൻ ചെയ്യുന്ന ആ സ്വഭാവത്തിന് എൻ്റെ കർത്താവ് പറഞ്ഞു, യോനയുടെ അടയാളമല്ല ഒന്നും പറയാനില്ല. പ്രൈസ് ഗാഡ്. അടയാളം ചോദിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കും. He could not find that because അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൽ നിന്ന് വരുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ ദൈവത്തിലുള്ളവനായിരിക്കണം. പ്രൈസ് ഗാഡ്. ഒരു മനുഷ്യനിൽ ദൈവിക ആത്മാവില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇന്റർപ്രറ്റർ ഇല്ല. താഴോട്ടൊന്ന് വായിച്ചേ, അടുത്തത് വായിക്കാം. അങ്ങനെ അപ്പൊ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, യോന നിനവേക്കാരോട് ഒന്ന് പ്രീച്ച് ചെയ്തതേ ഉള്ളൂ, ദൈവത്തിൻ്റെ കരം വരികയാണെന്ന്, ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്ന് മാനസാന്തരപ്പെട്ടുവെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയുവാൻ ക്രിസ്തയേശു മാത്രമേ ഉള്ളൂ എന്നാ അതിൻ്റെ അർത്ഥം. അതിൻ്റെ താഴ്വശം വായിക്കുമ്പോൾ 32 വാക്യം, അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലുവൻ നാം സേവിക്കുന്ന വിശ്വസിക്കുന്ന വരുമെന്ന് വാക്ക് പറഞ്ഞ യേശു ക്രിസ്തു. പ്രൈസ് ഗാഡ്. അടുത്ത വാക്ക് പറയുന്നത് ശ്രദ്ധിക്കണം. ഈ വാക്ക് പറഞ്ഞിട്ടാ പറയുന്നത്, വിളക്ക് കൊളുത്തിയിട്ട് നാം ഈ ഭാഗം തിരിച്ചൊന്നുകൂടെ വായിക്കുന്നുണ്ട്. അടുത്തത്, അപ്പൊ ശരീരത്തിന്റെ കണ്ണ് വിളക്കാകുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായി തീരുന്നു. ഓക്കെ. അപ്പൊ ചിലർ ഇതിനെ കുറിച്ച് പറയാറുണ്ട്, അന്ന് കണ്ണിന്റെ കാഴ്ചയുടെ കാര്യമാണ്. അല്ല, അകത്തെ കണ്ണിന്റെ കാഴ്ചയുടെ കാര്യമായത്. ദൈവാത്മാവില്ലാത്തവൻ ഈ പുറത്തിരിക്കുന്ന 2 കണ്ണിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ദൈവാത്മാവുള്ളവന് മനസ്സിലാവും, ഇത് അകത്തെ മനുഷ്യന്റെ കണ്ണാണ്. മറ്റൊരുവന് കണ്ടാൽ തിരിച്ചറിയാത്തത് അകത്തെ കണ്ണുള്ളവന് കണ്ടാൽ തിരിച്ചറിയും. അവൻ കേട്ടാൽ അത് ഗ്രഹിക്കും. പ്രൈസ് ഗാഡ്. എന്നിട്ടാ താഴെ വരുമ്പോൾ പറയുന്നത്, ആകയാൽ നിങ്ങളിലുള്ള എന്നല്ല, ഇൻഡിവിജ്വല, എന്നിലുള്ള വെളിച്ചം ഇരുണ്ടു പോകാതിരിപ്പാൻ ഞാൻ സൂക്ഷിക്കണം. പ്രൈസ് ഗാഡ്. നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പം ഈ വെളിച്ചം കത്തിക്കൊണ്ടിരുന്ന വെളിച്ചമല്ലേ? അങ്ങനല്ലേ? ഇറ്റ് വാസ് ബേണിംഗ്, ഇറ്റ് വാസ് ഗിവിംഗ് ലൈറ്റ്. ഇത് ഇരുണ്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമ്മായി പോവുക, അല്ലെങ്കിൽ കെട്ടുപോകുക. അപ്പൊ കെട്ടുപോകണമെങ്കിൽ, അല്ലെ അത് ഇരുളായി പോകണമെങ്കിൽ, കത്തിക്കൊണ്ടിരുന്ന ഒരു ലൈറ്റ് അല്ലേ ഡിമ്മാകാൻ പറ്റൂ? കത്താത്തൊരു ലൈറ്റ് എങ്ങനെയാ ഡിമ്മാവുന്നേ? അതിലൊരു ആത്മീയർത്ഥം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ട ശോഭിച്ചിരുന്ന നമ്മൾ ആ ശോഭ നഷ്ടപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനാകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നിന്നിലെ വെളിച്ചം നഷ്ടപ്പെടാതിരിക്കാൻ
നീ സൂക്ഷിക്കണം. പണ്ട് കത്തിയതല്ല അറിയേണ്ടത്, പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പണ്ട് കഷ്ടതയിലും പാടുമായിരുന്നു. കർത്താവ് വന്നപ്പോൾ ചോദിച്ചത്, മക്കളെ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? കൊട്ടയ്ക്കകത്ത് എനിക്ക് വേണ്ട. ഇപ്പോഴത്തെ നിന്റെ റൈറ്റ് നൗ ദ റിലേഷൻഷിപ്പ്, ഇപ്പോഴും ഞാനുമായി നീയുമായിട്ടുള്ള ബന്ധം. പ്രൈസ് ഗോഡ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം കേട്ടോ. ദൈവവചനം ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വേണം. ആ ഒരു വിളക്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കെട്ടുപോയ വിളക്ക് കത്തിക്കാൻ ഇച്ചിരി പാടാ. കെട്ടുപോയ വിളക്ക് കത്തിക്കാൻ പാടാ. വിളക്കുകളുടെ കൂട്ടത്തിൽ കൊണ്ട് വയ്ക്കാം. യു ക്യാൻ കീപ് ദിസ് ലാമ്പ് അലോങ് വിത്ത് അതർ ലാംപ്സ്, but there is no light, there is no shine. Praise God. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിലെ വിളക്ക് കട്ടുപോകുവാൻ എന്തൊക്കെയായിരിക്കും സാഹചര്യം? ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഈ തിരുവചനം എഴുതിയതും ഏതാണ്ട് ആ ഒരു പശ്ചാത്തലമുള്ള സമയമായിരുന്നതുകൊണ്ട് ഞാനതിനെ മനസ്സിലാക്കിയത്, ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ്റെ ലൈറ്റ് അല്ല ഇത്. പണ്ട് ഫിലമെൻ്റ് ആയിരുന്നു, ഫിലമെൻ്റ് മാറി പിന്നെ വേറൊന്നായി, ഇപ്പോൾ LED ആയി, ഇപ്പോൾ അത് മാറി വേറെന്തൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മാത്രമേ അറിയുള്ളൂ. മക്കളെ, അങ്ങനെയല്ല. ഒരു കാലമുണ്ട്, ഒരാത്മീയ കണ്ടുകൊണ്ട് കാണേണ്ട ഒരു കാലമുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം സൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പോലും പറയും, യോനെ നീ പഠിച്ചു, നിനവേ നോക്കി പഠിച്ചു എന്നേ പറയാനുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നീ ദൈവത്തെ വിശ്വസിക്കാൻ പ്രത്യേകമായിട്ട് നീ പഠിക്കണ്ട. നീ പ്രത്യേക ക്ലാസ്സിന് പോകണ്ട ദൈവത്തെ പഠിക്കാൻ. ദൈവം നിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്യാനുള്ള ആത്മാവ് നമ്മളില്ല. ഒന്നുമല്ലെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ വി ആർ സീക്കിംഗ് സയൻസ്. നമ്മൾ അതിങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിളക്ക് കെട്ടുപോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ അന്ന് കർത്താവ് പറഞ്ഞ ആ കൺട്രിയിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് വിളക്ക് കെട്ടുപോകാൻ. ഒന്ന്, വിളക്ക് കെട്ടുപോകാൻ കാരണം നമുക്ക് അറിയാം. എന്താ? നമ്മുടെ വീട്ടിലൊരു വിളക്കുണ്ടെങ്കിൽ, വിളക്ക് മീൻസ് വിച്ച് ഈസ് ബേൺ ത്രൂ കിറോസിൻ വിത്ത് വിക്സ്, അല്ലേ? VICKS, അല്ലേ? ആ തിരി അത് കയറ്റിയിട്ടിട്ട് താഴെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും. അവിടെ കിറോസിനോ എണ്ണയോ ഒഴിച്ചു കൊടുക്കും. എണ്ണയോ കിറോസിനോ, സേ ഓയിൽ, അതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാദ്യം ഈ തിരി, ഈ വിക്സ് ഒന്ന് മുക്കി ഒന്ന് റെഡിയാക്കും. അല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കത്തില്ല. ഒരു നനവ് വരുത്തിയിട്ട് വേണം അതിൻ്റെ അകത്തൊരു ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ. വൺസ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ താഴത്തെ ഓയിലിൽ നിന്ന് നമുക്ക് കുടിച്ച് കയറി വന്ന് ഇവൻ കത്തിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ആത്മീയമായി ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് യന്ത്രപ്പെട്ട് തന്നേലേ പറ്റുള്ളൂ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കൊണ്ടിരുന്ന ഒരു വർഷങ്ങളായിട്ട് കത്തി, 40 വർഷം, 30 വർഷം, 10 വർഷം, 7 വർഷം, വാട്ട് എവർ യു ഫൈൻഡ് ക്രൈസ്റ്റ് ഇൻ യുവർ ലൈഫ്, ആ ദ ഡേ 1 ഓൺവേർഡ്സ്, ആ ദിവസം മുതൽ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക. നീ ആരാധനയ്ക്ക് വരുമ്പം കത്തും, നിന്റെ ഭവനത്തിലിരിക്കുമ്പം കത്തും, നിന്റെ ഡ്രൈവിങ്ങിൽ ഇത് കത്തും. ഇത് എപ്പോഴും നിന്നിൽ കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഏതോ സാഹചര്യത്തിൽ ഈ വിളക്ക് കെട്ടു. നമുക്ക് ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് സാഹചര്യം? ഒന്ന്, വിളക്ക് കെടണമെങ്കിൽ കാറ്റ് വരണം.
ഒരു വിളക്ക് ഊതിക്കെടുത്തുന്ന എങ്ങനെ ഫു എന്ന് ഊതി കാറ്റൊരു ഫോഴ്സ് കൊടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ കാറ്റിനടുത്ത് ഒരു വിളക്കൊന്ന് കത്തിച്ച് വെച്ചേ, അത് ഒറ്റ നിമിഷം കൊണ്ട് അത് കെട്ടുപോകും. അപ്പോൾ കാറ്റുണ്ടെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകും. 2, ഈ വിളക്കിൽ ആവശ്യമായ ഓയിൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകും. അപ്പോൾ കാറ്റ് വേണമെന്നില്ല. 1, കാറ്റ് മൂലം ഈ വിളക്ക് കെടും. 2, എണ്ണയില്ലാത്തത് കൊണ്ട് ഈ വിളക്ക് കെടും. പക്ഷേ അന്നേരം കാറ്റ് വേണ്ട, സാവകാശം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ എണ്ണയില്ലാതായിപ്പോയി. 3, ഈ വിളക്ക് കെടുവാനുള്ള സാഹചര്യം ഇത് മൂടി വെച്ചു. ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ വിളക്ക് കെട്ടുപോകും. ഉദാഹരണം, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കാറുണ്ട് ഈ സ്മെല്ലുകൾ മാറാൻ. നമ്മൾ ക്യാൻഡിൽ എങ്ങനെയാണ് കെടുത്തുന്നത്? അതിൻ്റെ ലിഡ് എടുത്ത്, അതിൻ്റെ അടപ്പെടുത്ത് അതിനെ അങ്ങ് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ആ ലാമ്പ് കെട്ടുപോയി. നമ്മൾ ഊതിയില്ല, കാറ്റ് വന്നില്ല, എണ്ണയുണ്ടായിരുന്നു. മനസ്സിലായോ പറഞ്ഞേ? എണ്ണയുണ്ട്, വാക്സ് ഉണ്ട്, അതിന് വിക്സ് ഉണ്ട്, തീയുണ്ട്. പക്ഷെ മൂന്നാമത് ചെയ്തൊരു പ്രവൃത്തി ഇതിനെ അങ്ങ് കവർ ചെയ്തു. ഒരു ഇൻട്രാക്ഷൻ ഇല്ലാതായി പോയി. ഒരു പോർ ഔട്ട് ചെയ്യുവാൻ, പുറത്തോട്ട് വിടുവാൻ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാതെ, ഓക്സിജൻ ഇല്ല, ഒരു ട്രാൻസാക്ഷൻ നടക്കാതെ ഇത് ഡമ്മായിട്ട് കെട്ടിപ്പോയി. 4, ഈ വിളക്ക് കെടാൻ കാരണം കരിന്തിരി. എന്താ ഈ കരിന്തിരി എന്ന് പറഞ്ഞാൽ അറിയാമോ? ബേൺ വിക്സ്. നമ്മൾ കുറച്ച് നാൾ, അല്ലെ കുറച്ച് ദിവസം, അല്ലെ കുറച്ച് മണിക്കൂർ ഈ ഓയിലിരിക്കുന്ന ഈ വിക്സ് എന്തോ എടുക്കുമെന്നറിയാമോ? കത്തി 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 അതങ്ങ് ബേൺ ആയിപ്പോ. അങ്ങനെ ബേൺ ആയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇല്ലേ? കരിന്തിരി, കത്തിയ വിളക്കിൻ്റെ മുകളിൽ കരിന്തിരി ഇരിക്കും, ഇങ്ങനെ വട്ടത്തിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ഇരിക്കും. പിന്നെ ഇത് കത്തിച്ച കത്തുവോ? കത്തത്തില്ല, ഇത് തന്നെ കെട്ടുപോകും. ഒരുതരം ലാമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനൊരു ചെറിയ ഒരു തിരിക്കുന്ന ഒരു ഇതുണ്ട്, തിരിച്ചു കൊടുക്കും. കാരണം ആ വിക്സ് ആ തിരി മേപ്പോട്ട് വരാൻ, മേപ്പോട്ട് വരും, പിന്നെ കത്തി തുടങ്ങും. ആത്മീയത്വം വല്ലതും മനസ്സിലായോ? പ്രൈസ് ഗോഡ്. പാടി പാടി കുഴഞ്ഞു, ശരീരത്തിന് ഭയങ്കര ക്ഷീണങ്ങളായി. ഇപ്പൊ പഴയ പോലൊന്നും വയ്യ. അതാ കരിന്തിരി കേട്ടോ. കാലേബിനോട് ചോദിര്. കാലേബ് പറയുന്നു, ഞാൻ ചെയ്യാം, ഇപ്പോഴും എൻ്റെ യൗവനം കുറഞ്ഞു പോയിട്ടില്ല. ആത്മീയ ശക്തി കുറഞ്ഞു പോകുന്നതാണ് നിന്റെ കരിന്തിരി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് എണ്ണയില്ലാത്ത അനുഭവം. കാറ്റ് വരുമ്പോൾ നീ കെട്ടുപോകുന്നത്, നിന്റെ പ്രതികൂലങ്ങൾ, നിനക്കിഷ്ടമില്ലാത്തത് ജീവിതത്തിൽ വരുമ്പോൾ കത്തിക്കൊണ്ടിരുന്ന നീ കെട്ടുപോകാൻ സാധ്യതയുണ്ടോ? ദൈവത്തിന് മഹത്വം. അടുത്തത്, ദൈവം തന്നിരിക്കുന്ന നന്മയ്ക്ക് തക്കവണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ, മൂടി വെച്ചാൽ അത് കെട്ടുപോകും. ചെറിയൊരു വിശുദ്ധീകരണത്തിൽ നമുക്ക് ചെറിയ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കാറ്റ് വീശിയാൽ, ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 7 വേർഡ്സ് 24 to 27. നമുക്കവിടെ ഒരു കാര്യം കാണാം, 2 കൂട്ടർ കാണാം.
ഒന്ന് വൈസ് മാൻ, രണ്ട് ഫൂളിഷ് മാൻ. അങ്ങനെ ഒരു മാൻ ഉണ്ടോ? ജനിക്കുമ്പോൾ തന്നെ ഫൂളിഷായിട്ട് ആരെങ്കിലും ജനിക്കാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതെന്തോ രോഗമോ എന്തോ അസുഖമോ ഡിഫക്റ്റ് ആയിരിക്കും. പിന്നെ എങ്ങനെയാ ചിലർ ബുദ്ധിയില്ലാത്തവരായി പോകുന്നറിയാമോ? either they are not trying to improve themselves. അവർക്ക് ഇംപ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നില്ല, വ്യത്യാസം ആഗ്രഹിക്കുന്നില്ല. രണ്ട്, അവർ മുന്നോട്ടൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇത് ഇവിടെ നിന്നാൽ എൻ്റെ ദേഹത്ത് വണ്ടി കയറുമെന്ന് ഒരു ചിന്തയും ഇല്ലാതെ റോഡ് നടക്കുന്ന എങ്ങനെ ഉണ്ടാവും? He is a foolish man. He should go either there or this side. And if standing in the middle of the road, we will say he is a foolish, because അവൻ ചിന്തിക്കണമായിരുന്നു, ഒരു വാഹനം എപ്പോഴെങ്കിലും പാഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ഡൈ. മുന്നമേ ഗ്രഹിച്ചറിയും. ഇപ്പം ഇവിടെ രണ്ടുപേര് എടുത്തു പറഞ്ഞു. ഒരാൾ എവിടെയാ വീട് പണിതെന്നറിയാമോ? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. രണ്ടുപേരെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട് വയ്ക്കാനുള്ള സ്ഥലമാണിത്. യു ക്യാൻ ബിൽഡ് എ ഹൗസ്. അപ്പോൾ അവിടെ ഒരാൾ വീട് പണിതപ്പോൾ അവൻ നോക്കിയപ്പോൾ there is a rock pot, റോക്ക് സൈഡ് കണ്ടു, പാറയുള്ള സ്ഥലം കണ്ടു. അതിൻ്റെ മേളിൽ അവനെ ബിൽഡ് ചെയ്തു. കാരണം അവനറിയാം, സാഹചര്യങ്ങൾ പ്രതികൂലമായി വരുമ്പോൾ, പാറമേലാവുമ്പോൾ ഈ പാറ താണു പോകില്ല, ഇത് ചരിഞ്ഞു പോകില്ല. It will stay stronger. രണ്ടാമത്തെ മനുഷ്യൻ അതേ സ്ഥലത്ത് തന്നെ, ഇവിടെ പണിതാലും കുഴപ്പമില്ല. നോക്കുമ്പോൾ നല്ല സമനിലമാ. അവനും അവിടെ വീട് പണിതു. രണ്ടുപേരുടെയും വീടിന് ഒരേ പ്രതികൂലമായ അവസ്ഥയുണ്ടായി. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? അതിലൊരു വലിയ മഴ പെയ്തു, വെള്ളം പൊങ്ങി വന്നു. തീർന്നില്ല, കാറ്റടിച്ചു. പ്രൈസ് ഗോഡ്. മഴ പെയ്തു, പ്രശ്നമൊന്നും ഉണ്ടായില്ല. വെള്ളം പൊങ്ങി വന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ മൂന്നാമത്തൊന്ന് വന്നു, നഷ്ടപ്പെടുത്തി കളയുന്ന ചില കാറ്റടിച്ചു. ആ കാറ്റടിച്ചപ്പോൾ ആത്മാവുള്ളവൻ നിലനിന്നു, ആത്മാവില്ലാത്തവൻ പോയി. ദൈവസന്നിധിയിൽ നിന്ന് പോയി, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പോയി, ആരാധനയിൽ നിന്ന് പോയി, ഫാസ്റ്റിങ്ങിൽ നിന്ന് പോയി, ഏകാഗ്രതയിൽ നിന്ന് പോയി, സകലതും പോയി. ഹല്ലേലൂയ. വെള്ളം പൊങ്ങിയപ്പോൾ വരെ പിടിച്ചു നിന്നു, മഴ പെയ്തപ്പോൾ പിടിച്ചു നിന്നു. ചിലർ കാറ്റു വന്നു കഴിഞ്ഞപ്പോൾ നിൽക്കുവാൻ കഴിയാതെ വിശ്വാസത്തിൽ നിന്ന് പോയ ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മടങ്ങി വരേണ്ട ദിവസമാണ്. നമുക്കെല്ലാം ഉള്ളൊരു ദോഷമാണ് മുൻവിധി. ആ മുൻവിധി മാറ്റണം. കാറ്റുകൾ പല രീതിയിൽ വരാം. ഒന്ന്, എല്ലാം സഹിച്ചു, എനിക്ക് ആ കുത്തുവാക്ക് മാത്രം പറ്റിയില്ല. നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാം സഹിക്കാമായിരുന്നു, എനിക്ക് കുത്തുവാക്ക് മാത്രം പറ്റില്ല. ഞാൻ എല്ലാം സഹിച്ചു, പക്ഷെ എന്നോട് കാണിച്ചത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാറ്റ് പല രീതിയിൽ വരും ജീവിതത്തിൽ കേട്ടോ.
ദൈവത്തിന് മഹത്വം. നീ കാറ്റിൽ പതറാതെ നിൽക്കുവാൻ പറ്റണമെങ്കിൽ നിന്നിൽ ആത്മാവിൻ്റെ സാന്നിധ്യം, കത്തുന്ന വിളക്കുണ്ടായിരിക്കണം. പക്ഷേ ഈ കത്തുന്ന വിളക്കിനെ കെടുത്തിക്കളയുവാൻ കാറ്റ് വരും. അത് മനസ്സിലാക്കി നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വണ്ടി ഓടിയില്ല എങ്കിൽ, ഞാൻ പണ്ടൊത്തിരി കത്തിയതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അവർ വന്ന് കയറി. 2 നല്ല വീട് നമ്മൾ വെച്ചതാ. നിൻ്റെ വീട്ടിലും വെള്ളം കയറി, എൻ്റെ വീട്ടിലും വെള്ളം കയറി. നമുക്ക് 2 പേർക്കും തുല്യമായ അനുഭവം ഉണ്ടായി. പക്ഷേ കാറ്റും വന്നു. നിൻ്റെ വീടിനും അടിച്ചു, എൻ്റെ വീടിനും അടിച്ചു. പക്ഷേ ഞാൻ ആത്മാവിൽ നിറവിനുള്ളായതുകൊണ്ട് ഞാൻ പതറിപ്പോകാതെ നിൽക്കുന്നു എന്ന് പറയാനല്ലേ നമുക്ക് പറ്റൂ. അതേപക്ഷം ദൈവമായിട്ട് വേണ്ട രീതിയിൽ അടുപ്പില്ലാതെ ജസ്റ്റ് ഒരു വരത്തുപോക്കിനെ പോലെ ആയിരുന്നെങ്കിൽ കാറ്റടിച്ചപ്പോൾ നിൽക്കാൻ പറ്റാതെ വീണുപോയ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ അധികം പ്രസംഗങ്ങൾ കേട്ടു. എല്ലാ പ്രസംഗത്തിലും ഞാൻ ശ്രദ്ധിച്ചത് രോഗശാന്തിയെക്കുറിച്ചുള്ളത്, വിടുതലിനെ കുറിച്ചുള്ളത്, പാപം ക്ഷമിക്കുന്നതിനെ കുറിച്ചുള്ളത്, ദൈവം നന്മ ചെയ്യുന്നതിനെ കുറിച്ചുള്ളത്. അപ്പോഴത്തേന് ജനം ഭയങ്കരം സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. കാലില്ലാത്തവർക്ക് കാല് വന്ന് പറയുമ്പോഴത്തേനൊക്കെ ഭയങ്കരം തുള്ളിച്ചാടി പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യും. ദൈവമക്കളെ, കാലില്ലാത്തവന് കാല് വന്നുകൊണ്ട് നാം സ്വർഗ്ഗത്തിൽ പോകത്തില്ല കേട്ടോ. വീടില്ലാത്തവന് ഞാൻ പോയി പ്രാർത്ഥിച്ചു, അവന് 3 വീട് ദൈവം കൊടുത്തെന്ന് കേട്ട് സ്തോത്രം പറഞ്ഞ് തുള്ളിച്ചാടിയാൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഞാൻ 10 പേരുടെ പിള്ളേരെ കെട്ടിച്ചു വിടാൻ ദൈവം എനിക്ക് ധനസഹായം തന്നു പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പോവില്ല. പ്രൈസ് ഗാഡ്. കാറ്റടിക്കുമ്പോൾ നിൽക്കാൻ പഠിക്കണം കേട്ടോ. ചില വ്യക്തികളിൽ നിന്നുള്ള കാറ്റുകൾ, സാഹചര്യത്തിൻ്റെ കാറ്റുകൾ, ശാരീരിക ബലഹീനതയുടെ കാറ്റുകൾ, കുടുംബത്തിൻ്റെ കാറ്റുകൾ, പ്രാർത്ഥനയ്ക്കെതിരെയുള്ള കാറ്റുകൾ, നിൻ്റെ ജീവിതത്തിൻ്റെ ഐക്യതയ്ക്കെതിരെയുള്ള കാറ്റുകൾ, ഇതൊക്കെ വരുമ്പോൾ നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല, സ്നേഹമില്ല, ആരാധനയ്ക്ക് വരവ് കുറയും. പിന്നെ ഒരു ഒക്കേഷണൽ വിസിറ്ററായി മാറുകയാണ്. കാരണം എവിടെയോ ഒരു കാറ്റടിച്ചു പോയി. ഏതോ ഒരു നാളിലൊരു കാറ്റടിച്ചു പോയി. അന്ന് വീണതാ, പക്ഷെ ഇന്നും ആ വീട് അവിടെ ഉണ്ട്. പക്ഷെ പഴയ ആൾ നിൽക്കുന്ന പോലെ അല്ല നിൽക്കുന്നതെന്ന് മാത്രം. അതേ സ്ഥലം അവിടെ ഉണ്ട്. Praise you Jesus. Hallelujah. അപ്പോൾ കാറ്റിന് നാം നിന്നു കൊടുക്കരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്തതൊക്കെ വരുമ്പം ഈ കാറ്റ് നമ്മുടെ വിളക്കിനെ കെടുത്തിക്കളയുവാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രൈസ് ഗാഡ്. ബുക്ക് ഓഫ് ജോബ്, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19 മുതൽ 22 വരെ ഒന്ന് നോക്കാം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1 19 to 22. ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവിടെ ഭയങ്കര സമാധാനമാ. അപ്പച്ചനും പിള്ളേരും വൈകിട്ട് വന്നും ഭയങ്കര പാർട്ടിയും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ദിവസം ഒരുത്തൻ ഓടി വന്ന് പറയുന്നു, അച്ഛാ എല്ലാം പോയി അച്ഛാ. എന്തുകൊണ്ടാ കാര്യം? അവൻ പറയുക, ഒരു കൊടുങ്കാറ്റ് വന്നു, പിള്ളേരെല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്തും. ഒന്ന് വായിച്ചപ്പോൾ അറിയാം. വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. ഒരു സ്ഥലത്ത് അടിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് 4 ഭാഗത്തും ഈ കൊടുങ്കാറ്റ് വന്ന് അടിച്ചെന്നേ. എന്നിട്ട് എന്തോ എടുത്തു, അത് യൗവനക്കാരുടെ തലയിലങ്ങ് വീണു. ഒരിടത്തു നിന്നായിരുന്നെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. കാറ്റ് 4ഇടത്തുനിന്നും വരും കേട്ടോ. സ്തോത്രം. എന്നിട്ട് അവരെല്ലാം മരിച്ചുപോയി. വിവരം നിന്നെ അറിയിക്കാൻ
ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഞാൻ രക്ഷപ്പെട്ടു. അടുത്തത് എന്താണെന്നറിയാമോ? അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ആരെയാ? വന്നവനെ അല്ല. എൻ്റെ അളിയാ, നീ ഈ ദൂതുമായിട്ട് വന്നല്ലോ, സ്തോത്രം. അങ്ങനല്ല. അതിൻ്റെ താഴ്വശം കാണുമ്പോൾ അറിയാം പിന്നെ ആരെയാ വന്നിച്ചെന്ന്. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ സ്വന്തം ഒരു റിയലൈസേഷൻ നടത്തുക. ഞാൻ ഒന്നുമില്ലാത്തവനായി. I was naked when I come from my mom's womb. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നഗ്നനായിരുന്നു. എന്നാൽ ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഒരു റിയലൈസ് ചെയ്യുന്ന സ്വഭാവം ഒരു ദൈവവേദനയിലുണ്ടായിരിക്കണം. നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ എങ്ങനെയായിരുന്നുള്ളതിനെ കുറിച്ചും നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു റിയലൈസ് ഉണ്ടായിരിക്കണം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറഞ്ഞ് ആശ്വസിക്കുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഭക്തന്റെ വായിലെ വാക്കതായിരിക്കണം. ശപിക്കാനും ഇതെന്തോ ഒരു കഷ്ടജീവിതമാണ്, നശിച്ചു പോയല്ലോ, നശിച്ച ജീവിതം, ഇതൊരു ദൈവവൈതലിന്റെ വായിൽ നിന്ന് വീഴരുത്. പ്രൈസ് ഗോഡ്. അടുത്ത വാക്ക് എന്താ പറഞ്ഞറിയാമോ? ഇത് ശ്രദ്ധിക്കണം, ഈ വാക്ക്. വാക്കുകൾ കൊണ്ട് പാപം ചെയ്യാത്തവൻ, പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യാത്തവൻ, കാറ്റടിച്ച് സകലതും നഷ്ടമായപ്പോഴും ദൈവസന്നിധിയിലെ വിളക്ക് കെടുത്താതെ കെട്ടുപോകാതെ ഇരുന്ന ഭക്തൻ പറയുന്നു, ഇതിലൊന്നും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. Praise you, Jesus. അപ്പോൾ കാറ്റിൻ്റെ ഗുണം മനസ്സിലായല്ലോ. ജോബിൻ്റെ ജീവിതത്തിൽ കാറ്റടിച്ചു. പക്ഷേ ആ കാറ്റ്, അവൻ ആ കാറ്റിനെതിരെ നിന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിന്. എൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷകൾ, എൻ്റെ ശോധനകൾ എൻ്റെ ദൈവം മഹത്വം എടുക്കട്ടെ എന്ന് പറയുവാൻ ദൈവം നമുക്ക് ഇടവരുത്തണം കേട്ടോ. ശപിക്കാനും പ്രാവാനും കേഴ്സ് ചെയ്യാനും ഒന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം. പെന്തക്കോസ്തിൻ്റെ അനുഭവം അതിനുള്ളതല്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആദ്യം നമ്മൾ കേട്ടു കാറ്റിൻ്റെ ഒന്നാമത്തെ ഭാഗം. കാറ്റടിച്ചപ്പോൾ ശരിയായ രീതിയിൽ പണിതിട്ടില്ലാത്തത് അത് ഇളകിപ്പോകും, നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്നും ശരിയായ രീതിയിൽ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ശോധന കഴിച്ച് കടന്നു പോകണം. ആള് കൂടിയ ഒരു സഭയിലല്ല വിഷയം, ആള് കുറഞ്ഞ സഭയിലുമല്ല വിഷയം, ആത്മാവിൽ ആരാധിക്കുന്നവരിലാ വിഷയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം, കാറ്റ്. ഒരൊറ്റ കാറ്റും ഒരു സഹോദരനും സഹോദരിയും കുടുംബവും സഭയും വ്യക്തികളും നിൻ്റെ ജോബും നിൻ്റെ കൊളീഗ്സും കാറ്റായി മാറിയാലും നിൻ്റെ വിളക്ക് കെടാതിരിപ്പാൻ നീ സൂക്ഷിക്കണം. ആര് സൂക്ഷിക്കണം? ഞാൻ സൂക്ഷിക്കണം. എൻ്റെ വിളക്ക് കെട്ടുപോയാൽ ഈ അച്ചാന് വല്ല ദോഷമുണ്ടോ? എൻ്റെ വിളക്ക് കെട്ടാൽ എൻ്റെ ഭാര്യയ്ക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് വരെ അവൾ ജീവിക്കും, ആരോഗ്യം വരെ അവൾ ജീവിക്കും. പക്ഷെ എൻ്റെ വിളക്ക് നഷ്ടപ്പെട്ടാൽ എനിക്കാ നഷ്ടം. Am I right? Praise God. ഈ ഒരു ചിന്ത നമ്മളിലുണ്ടാകണം. 2, വിളക്ക് കെട്ടുപോകാനുള്ള രണ്ടാമത്തെ സാഹചര്യം എണ്ണയില്ലാത്ത അവസ്ഥ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാരബിളുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്, ഒരു ഉപമയുണ്ട്. 10 virgins, 10 കന്യകമാരെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. നമുക്കൊന്ന് ഓടിച്ചു വായിച്ചു പോകാം. മത്തായി സുവിശേഷം
1-ാം അധ്യായത്തിലേക്ക് നാം അവിടെ കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 25 വേർഡ്സ് അവിടെ പറഞ്ഞു വരുമ്പം അവിടെ പറയുന്നത് മണവാളൻ ഇങ്ങനെ വരുന്നുണ്ട്. ആ മണവാളിനെ വെൽക്കം ചെയ്യുവാൻ തക്കവണ്ണം അവിടെ 10 ലേഡീസിനെ കുറിച്ച് പറയുന്നു. ദേ ആർ എ വെർജിൻ. ഇതൊരു ക്രിസ്തീയ വരവിനെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കുവാനുള്ള മണവാട്ടികളെക്കുറിച്ചായി പറയുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരും ഒരുക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒരു അവസ്ഥയാണ് സംഭവിച്ചു പോയതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്നത് 5 പേര് ബുദ്ധിയില്ലാത്തവരും, അവിടെയും ബുദ്ധിയില്ലാത്തവരെന്നും ഫൂളിഷെന്നും പറയുന്നു, വയസ്സെന്നും പറയുന്നു. നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ഇവരുണ്ടായതേ അങ്ങനെയല്ല. പക്ഷേ they never thought that what will be the next. ഞാൻ ഇങ്ങനെ സഹകരിച്ചാൽ, ഇങ്ങനെ സംബന്ധിച്ചാൽ, ഇങ്ങനെ സംസാരിച്ചാൽ, ഇങ്ങനെ കൊടുത്താൽ, ഇങ്ങനെ എടുത്താൽ, ഇങ്ങനെ നിന്നാൽ, ഇങ്ങനെ പോയാൽ എന്താകും എൻ്റെ സ്ഥിതി എന്ന് ചിന്തിക്കാതിരുന്നാണ് ഫൂളിഷ്നെസ്. You understand what I'm saying? ഇപ്പം നമുക്ക് പാസ്റ്ററോട് ദേഷ്യമാണ്, അല്ലെ സഭയിലെ കമ്മിറ്റിയോട് ദേഷ്യമാണ്, അല്ലെ സഭയിലെ ഒരാൾ ദേഷ്യമാണ്, ഭാര്യയോട് ദേഷ്യമാണ്, ഭർത്താവിനോട് ദേഷ്യമാണ്. അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു. ആർക്ക് പോയി? നമുക്ക് പോയി. പ്രൈസ് ഗാഡ്. നമുക്ക് പോയി. ആരുടെ വിളക്ക് കെട്ടു? നമ്മുടെ വിളക്ക് കെട്ടുപോയി. നമ്മുടെ വിളക്ക് കെട്ടു, തീർച്ചയായിട്ടും കെട്ടു. ഇനി ഇവിടെ പറയുന്നത് അവരിൽ 5 പേര് ബുദ്ധിയില്ലാത്തവരും 5 പേര് ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കിൻ്റെ കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും, സ്തോത്രം, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഒരിക്കലും never expect that is going to happen. Never expect I need to face that circumstance. But it had happened one day, one time. വളരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ ഒന്ന് സംഭവിച്ചു പോയി. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവിടെ അതിൻ്റെ 7-ാം വാക്യം, ഞാൻ അതിലേക്ക് വീണ്ടും ഒന്ന് മടങ്ങി വരുന്നുണ്ട്. അത് മലയാളത്തിൽ അങ്ങ് വായിച്ചു പോകാം ഇപ്പം. അതിനുശേഷം പിന്നെ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. അപ്പൊ ഇവരിത് കത്തിച്ചു പരിചയമുള്ളവരും ഇവരിതിനു വേണ്ടി വിളിക്കപ്പെട്ടവരുമാ. ഇവരുടെ എല്ലാം എന്തോ ഉണ്ട്? വിളക്കുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡി വന്നതായതുകൊണ്ട് എണ്ണ ശേഖരിക്കാൻ പറ്റിയില്ല. എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, അത് താപ്പോട്ട് വായിക്കുമ്പോൾ അറിയാം, എണ്ണയുണ്ടായിരുന്നു. പക്ഷേ ഈ എണ്ണ ഇത്രയും നാളും ആരാധിച്ച് അങ്ങ് തീർന്നു പോയിക്കൊണ്ടിരിക്കും. അതിനെ റീഫിൽ ചെയ്യാൻ പറ്റിയില്ല. പണ്ട് വാ തുറന്ന് ആരാധിക്കുമായിരുന്നു, സ്തോത്രം പറയുമായിരുന്നു, കൈകൊട്ടുമായിരുന്നു. ലജ്ജയില്ലാതെ നിൽക്കുന്ന സ്ഥലം നോക്കാതെ അങ്ങ് ആരാധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ദൈവ സാന്നിധ്യം വരുമ്പോൾ ആ അത്യന്ത ശക്തി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആ ഗ്രേറ്റ് പവർ എന്ന് പറയുന്നത് നിന്നെപ്പോലും കൺട്രോൾ ചെയ്യാൻ ഒക്കാത്ത അവസ്ഥയിലേക്ക് പോയി ആരാധിച്ച ഒരു കാലം, ഒരു ദിവസം അതങ്ങ് മാറി. ഇപ്പം ഇതിങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചിരിക്കുക. ആ എണ്ണ റീഫില്ല് ചെയ്യണമെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വന്നെങ്കിൽ മാത്രമേ അത് റീഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഒരു വിളക്ക് കെടാതിരിക്കണമെങ്കിൽ ഒരു റീഫിൽ ആവശ്യമാണ്. അത് വചനത്തിൽ കൂടെ കിട്ടും, പാട്ടിൽ കൂടെ കിട്ടും, ആരാധനയിൽ കൂടെ കിട്ടും, പ്രാർത്ഥനയിൽ കൂടെ കിട്ടും, ഉപവാസത്തിൽ കൂടെ കിട്ടും. ഹല്ലേലൂയ. ഇതിലെല്ലാം കൂടെ കിട്ടുന്ന ഒരു ഊറ്റിപ്പിഴിഞ്ഞ എണ്ണയാ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം. Praise God. സംഭവം ഇവരെടുത്തു പെട്ടെന്ന് വിളക്ക് കത്തിക്കാൻ നോക്കുക.
എണ്ണയില്ല. അപ്പൊ ഇവരെന്തോടുത്തറിയാമോ? അഭിഷേകമുള്ളവരുടെ അടുത്ത് പിന്നെ പോയി, നിങ്ങളുടെ അഭിഷേകം ഞങ്ങൾക്കൂടെ. മക്കളെ വേണ്ട, ഇത് എനിക്ക് തരാൻ പറ്റുന്ന അഭിഷേകമല്ല, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന അഭിഷേകമാണ്. പ്രൈസ് ഗാഡ്. ഇത് അഭിഷേകം കൊടുക്കുന്ന ജനങ്ങളുണ്ട്. ഈ ദിവസങ്ങൾ ഞാനും കേട്ടു, അന്യഭാഷ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം. ദുഃഖം തോന്നുന്നു, പക്ഷേ ഞാൻ അതിലൂടെ അറിയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നു. കാരണം അറിയാമോ? അന്ത്യകാലമാകുമ്പോൾ കള്ളപ്രവാചകന്മാരും ഫോൾസ് ടീച്ചേഴ്സും വരുമെന്ന് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള അന്യഭാഷ പഠിപ്പിക്കാനും തുടങ്ങണം. പ്രവചനം പഠിപ്പിക്കാൻ സ്കൂൾ ഉണ്ടാവണം. ഏത് ഒറിജിനൽ ഉണ്ടോ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായേ പറ്റൂ. ഈ ഇടയ്ക്കൊരു കള്ളനെ പിടിച്ചു. അവന്റെ അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ പാസ്റ്റർമാർ തോറ്റുപോകും. കേട്ടപ്പോൾ ചാരിച്ചു, ഇവന് നാണമില്ലേ എന്ന്. പക്ഷെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആത്മാവിൽ ചിന്തിക്കണം കേട്ടോ. ഓരോന്ന് നമുക്ക് യൂട്യൂബിലും ചാനലിലും വരുമ്പോൾ ചിരിക്കാനല്ല, ചിന്തിക്കണം. ഇവനെങ്ങനായി ആത്മാവിൽ അന്യഭാഷ പോലെ സംസാരിക്കുന്നത്? അത് അവൻ സംസാരിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ ശക്തിയുള്ളവനും സംശയം തോന്നാൻ തുടങ്ങി. പണിയായില്ലേ? കാത്തിരുന്ന് ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ ഈ കള്ളൻ മൂലം അത് പിന്മാറിയില്ലേ? ആര് ജയിച്ചു? ദുഷ്ടാത്മാവ് ജയിച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന ആ വാക്കുകൾക്കെതിരെ നിൽക്കുവാൻ ഇങ്ങനെയുള്ള കള്ളന്മാർ ഇറങ്ങൂലേ? നാം ആത്മാവിൽ ചിന്തിക്കാൻ തുടങ്ങണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ, അല്ലാതെ അയ്യോ അപ്പോൾ എല്ലാം കള്ളന്മാരും അന്യഭാഷ പറയുന്ന കള്ളന്മാരാണോ? കള്ളന്മാർ ഒത്തിരി ഉണ്ട്. കാരണം ഒറിജിനൽ ഉള്ളത് കൊണ്ടാണ് കള്ളൻ ഉണ്ടായത്. അവനും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണെങ്കിൽ 1.5 മാസം ഏതാണ്ട് ബൈബിൾ കോളേജിൽ പോയി. കാരണം മോട്ടിക്കാൻ പ്രൊഫഷണലാണെങ്കിൽ അവനിത് പ്ലാൻ മനസ്സിലാക്കി. അപ്പം അവനിൽ വ്യാപരിച്ച ആത്മാവ് മനസ്സിലാക്കണ്ടേ? അയാൾ നല്ല മനുഷ്യനാ, അയാളെ കണ്ടാ യോഗ്യനാ, ശരീരം നല്ലതാ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അയാളെ. പക്ഷെ അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവുണ്ടല്ലോ, അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ന്യൂസ് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസ്ഥലനാകാൻ നല്ലൊരു ചാൻസായി. പ്രിയരെ, ചിലരുടെ വാക്കും ചിലരുടെ പ്രവൃത്തിയും നമ്മളെ ആത്മാവിൽ വിളക്ക് കെട്ടുപോകാൻ ഭയങ്കര ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കെടുത്തിക്കളയുവാൻ ചിലരുടെ വാക്കും പ്രവൃത്തിയും സ്നേഹവും ഹല്ലേലൂയ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന്. കളവെതിരാൻ സാധ്യതയുണ്ട്. അത് നിന്റെ ആത്മീയ ജീവിതത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവദാസരോടുള്ള ബന്ധത്തിൽ, സഹോദരനുള്ള ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ ഒരു കളയിട്ട് തരാൻ, ഇമ്പാക്റ്റ് ചെയ്യുവാൻ ചിലരെ കൊണ്ട് പറ്റും. വ്യക്തിഭാവമായിരിക്കും, പക്ഷെ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ആ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിന്നിൽ ആത്മാവുണ്ടായിരിക്കണം, എന്നിൽ ആത്മാവുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ എൻ്റെ വിളക്ക് കെട്ടുപോകും. എനിക്ക് വിളക്ക് കൊണ്ടുവരാം, പക്ഷെ ആ വിളക്ക് കത്താൻ പറ്റില്ല സമയമാകുമ്പോൾ. Praise you, Jesus. അവസാനം ഇവിടെ പറയുന്നു, മണവാളൻ വന്നു. എന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, എണ്ണ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചു. അല്ലേ? അങ്ങനെ ഇത് പറയുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. 8-ാം വാക്യമാണെന്ന് തോന്നുന്നല്ലേ? ആ കണ്ടോ? 8-ാം വാക്യം 9-ാം വാക്യം പറയുന്നല്ലേ? ബുദ്ധിയുള്ളവർ പറഞ്ഞു, എൻ്റെ ഉള്ള ആത്മീയം നീയാൽ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കണ്ട. എൻ്റെ ഉള്ള എണ്ണയും കൂടെ നീ ഊറ്റിക്കൊണ്ട് പോയാൽ എനിക്ക് മുന്നോട്ട് ഇത് കത്തേണ്ടതാ. മനസ്സിലായോ?
എൻ്റെ ഉള്ള എണ്ണ നീ ഊറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കത്താൻ, പിന്നെ ഞാനെന്ത് കൊടുക്കും? നിന്റെ എണ്ണ ആരും ഊറ്റാൻ സമ്മതിക്കരുത് കേട്ടോ. വാക്കിലോ പ്രവൃത്തിയിലോ നിന്റെ എണ്ണ ഊറ്റാൻ സമ്മതിക്കരുത്, നീന്തു കൊടുക്കരുത്. ഓ, അത് പാവമല്ലയോ? അവർക്കും ഇരിക്കട്ടെ, പാവമല്ലയോ നിന്റെ എണ്ണ ഞാൻ ചോർന്നു പോകുന്നത് കേട്ടോ. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. Praise you, Jesus. Praise you, Jesus. Hallelujah. അവസാനം പറയുന്നത്, നമ്മൾ രണ്ടു ഒരിടത്തോട്ട് പോകണ്ട. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ലീവ് മീ അലോൺ. നമ്മൾ പറയേണ്ടത് അറിയാമോ? ലീവ് മീ അലോൺ. എന്നെ അങ്ങ് വിട്ടേരെ, എന്നെ വിട്ടേരെ. നിങ്ങൾ എന്നെ വലിച്ചഴിക്കാൻ നോക്കണ്ട, എന്നെ വിട്ടേര്. പിന്നെ നിങ്ങൾക്കിത് കത്തണമെങ്കിൽ ഒരു സാധനം കൊടുക്കുന്ന ഒരാളുണ്ട്, അനോയിന്റിങ് കൊടുക്കുന്ന ഒരുവനുണ്ട്, അഭിഷേകം കൊടുക്കുന്നവനുണ്ട്. അവിടെ പോയി വേണേ വാങ്ങിച്ച് കത്തിച്ചോ. പണ്ട് ഒത്തിരി കത്തിയതല്ലേ? കെട്ടുപോയത് അറിയാതിരിക്കുന്ന വിളക്കേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ പ്രകാശം നീ തന്നെ മനസ്സിലാക്കണം. Praise you, Jesus. അടുത്തത് മൂടി വെച്ചു. ഞാൻ പിന്നങ്ങോട്ട് പോകുന്നില്ല. മൂടി വെച്ചു. മൂന്നാമത്തെ ചാൻസാ വിളക്ക് കെട്ടുപോകാൻ. മൂടി വെച്ചിരിക്കുക. ഓ മക്കളെ, ദൈവം ഒത്തിരി കൃപയൊക്കെ തന്നിട്ടുണ്ടെന്നേ. ഓ, ഇതൊക്കെ എവിടെ ചിലവാക്കാനാ? ഈ കൊച്ചുകൂട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? വലിയൊരു ഗ്രൂപ്പാണ്. പിന്നെയും ഇവിടെയാണ് പാടാൻ സ്വരമുണ്ടെങ്കിലും ഭാഷ അറിയാമെങ്കിലും പാടത്തില്ല. കൈയടിക്കാൻ 2 കൈ പോയി 4 കൈ ഉണ്ടെങ്കിലും അടിക്കത്തില്ല. അത് കെട്ടി കഷത്തി വെച്ചേക്കും. ആ കൈ കൊണ്ടുവന്നത് കഷത്തി വെക്കാനാ, ഇല്ലേ ചേറ് കൊടുക്കാനാ, ചേറിന് സാന്നിധ്യം കൊടുക്കാനാ. അങ്ങനെ ഓരോന്നും അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കുറവശം നോക്കാൻ എന്നെപ്പോലെ മിടുക്കൻ ഭൂമിയിൽ ആരുമില്ല. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം പോകുന്നുള്ളൂ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കുറവശം എനിക്കറിയത്തില്ലേ? അതോ ഞാൻ അറിയാത്ത എന്തോ കുറവശം ദൈവത്തിന്? ഒന്നുമില്ല. എൻ്റെ ദൈവത്തിനെല്ലാം അറിയാം. എൻ്റെ ദൈവത്തിന് എല്ലാ വിളച്ചിലും ദൈവത്തെ അറിയാം. പക്ഷെ ഞാൻ പൊട്ടം കളിക്കുക. എന്നാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം which is no, yes, good, correct, wrong, ഇതൊക്കെ അറിയാം. അതിനെ കറക്റ്റ് ചെയ്യാനാ ദൈവവചനം, അതിനെ കറക്റ്റ് ചെയ്യാനാ നിന്റെ പാട്ട്, അതിനെ കറക്റ്റ് ചെയ്യാനാ നിന്റെ മെസ്സേജ്, അതിനെ കറക്റ്റ് ചെയ്യാനാ നിന്റെ പ്രാർത്ഥന. ബട്ട് യു ആർ ഇൻ എ ഇഗ്നോറന്റ് മൈൻഡ്. ഇഗ്നോറന്റ് മൈൻഡ് ഉള്ളത് കൊണ്ട് അത് കറക്ഷൻ നടക്കാതെ പോവുകയാണ്. എന്നിട്ട് പിന്നെ കുറ്റം പറച്ചില്ല, ഭയങ്കരമായിട്ട് കുറ്റം പറയാം. ജഡ്ജ്മെന്റൽ മൈൻഡ്. എന്താ കാര്യം എന്നറിയാമോ? വിളക്ക് കെട്ടുപോകും. അതുകൊണ്ടാ കെട്ടുപോയി. ദൈവത്തിന് മഹത്വം. മൂടി വെച്ച് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ മാത്യു ചാപ്റ്റർ 5 വേർഡ്സ് 14 and 16, 14 to 16 ഒന്ന് വായിക്കാമോ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം അതിനെ കവർ ചെയ്യരുത്. രണ്ടാമത് പറയുന്നു, ഒന്ന്, മലമേലിരിക്കുന്ന ഒരു പട്ടണമുണ്ടോ? നമ്മൾ ആരെങ്കിലും വീട് ഏതെങ്കിലും പൊനത്തി കൊണ്ട് വയ്ക്കാറുണ്ടോ? ഒരാളോട് പറയുക, അച്ഛാ വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, ഒരു 1/2 ഏക്കർ നല്ല. എവിടാ? അത് മെയിൻ റോഡിൽ നിന്ന് ഒരു 2 മൈൽ അങ്ങ് മുകളിലോട്ട് പോകണം. ആരെങ്കിലും വാങ്ങിക്കുമോ വീട് വെക്കാൻ? വാങ്ങിക്കത്തില്ല. അതേ പക്ഷേ മെയിൻ റോഡ് സൈഡിലാന്ന് പറഞ്ഞാൽ, മെയിൻ റോഡ് സൈഡിൽ ഒരു വീട് വെച്ചാൽ നമ്മളൊരു ടെൻ്റ് ഉണ്ടാക്കുമോ അവിടെ? യോനശം വടാംശേ ഒരു കൊച്ചു ടെൻ്റ്. മോനെ
എനിക്കും അവൾക്കും മാത്രം കിടക്കാൻ ഒരു എരുത്തിൽ പോലെ, ഒരു പശുവിനുണ്ടാക്കുന്ന പോലെ ഒരു കൂട് മതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കടമെടുത്തായാലും മാല വിറ്റിട്ടായാലും മക്കളെ വിറ്റിട്ടായാലും അപ്പനെ വിറ്റിട്ടായാലും സാകുന്ന മുഴുവനും വിറ്റായാലും നല്ല അടിപൊളി ഫാഷനുള്ളൊരു വീട് വെക്കും. റൂമില്ലെങ്കിലും ഫ്രണ്ട് വശം നല്ല സൂപ്പറായിരിക്കും. എന്താ കാര്യം? ഇത് ജോർച്ചായൻ്റെ വീടാണെന്ന് അറിയണം. ഞാൻ ഗൾഫിൽ 7 വർഷം ഉണ്ടായിരുന്നല്ലോ. 4 പേര് അറിയണം ഇത് കണ്ട വീട്. അങ്ങനെയെങ്കിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള താലന്ത് 4 പേരെ കാണിക്കാനല്ല, ദൈവം മുൻപാകെ കാണിക്കാനാണ്. അത് പെരയ്ക്കാത്തിരുന്ന് കാണിക്കാനല്ല. 2 or 3 പേരെ കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ എഴുന്നള്ളൂ എന്ന് വാക്ക് പറഞ്ഞൊരു സാന്നിധ്യമുണ്ട്. അവിടെ വന്ന് നീ ദൈവത്തെ പുകഴ്ത്തണമെന്ന്. അത് ഞാനങ്ങ് വീട്ടിൽ ചെയ്തോളാം. വീട്ടിൽ ആര് കയറാനാ? 2 or 3 പേര് കൂടുമ്പോൾ പിന്നെ സഭ വേണ്ടായല്ലോ. ദൈവം സഭ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലിരുന്നാൽ പോരായോ? വചനത്തിന് വിരുദ്ധം പഠിപ്പിക്കുന്നതും സംസാരിക്കുന്നതും നിന്നിലുള്ള ആത്മാവും നിന്നിലുള്ള വെളിച്ചവും മനസ്സിലാക്കണം കേട്ടോ. ദൈവത്തിന് മഹത്വം. അവസാനം ഒന്ന്, ഈ പട്ടണത്തിൽ ഈ വീട് ഇരിക്കുന്നത് ഇതാരാണെന്നറിയണം, ദേശം അറിയണം. ഞാനും നീയും ക്രിസ്തേശുവിൻ്റെ പത്രവും ഭവനവുമായി തീരണം. അത് മറഞ്ഞോ ആര് കാണാൻ? നമ്മളവിടെ പോയാൽ എന്തോ കാണാനാ? ദൈവദാസനെ, ദൈവ സഹോദര, ദൈവിക സഹോദരി, നിൻ്റെ വിളക്ക് കെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിന്നിലെ ആ ഒരു ചിന്ത വന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയെന്ന് പറയുന്ന ഈ പുൾപ്പിറ്റെ കയറുന്നത് മാത്രമല്ല, നാം ഇന്നലെ കേട്ടതുപോലെ ഒരു ട്രാഷ് എടുക്കാൻ നിനക്ക് മനോഭാവം ഉണ്ടെങ്കിൽ അത് ഒരു ശുശ്രൂഷയാണ്. ബാത്റൂം കഴുകാൻ മനസ്സുണ്ടെങ്കിൽ അതൊരു ശുശ്രൂഷയാണ്. നമ്മളവിടെ അല്ലേ എന്നെ പുൾപ്പിറ്റിലൊന്നും അവർ കയറ്റാറില്ലല്ലോ എന്ന് പറയുന്നത് അല്ല ശുശ്രൂഷ. പ്രൈസ് ഗാഡ്. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഈ വിളക്ക് കത്തിച്ച് ഇതിന്റെ അണ്ടറിൽ കൊണ്ട് വെച്ചിരിക്കുക. പിന്നെ എവിടെ വെക്കണം? ഇതെടുത്ത് മാളി വെക്കണം. കാരണം നിന്നിലെ വെളിച്ചം പ്രകാശമാകണമെങ്കിൽ let it be come out. Praise God. സൗദിയിൽ ഒരു പാസ്റ്റർ വന്നപ്പം, സൗദി കൈയടിക്കാനൊന്നും പറ്റില്ല. ഭവനങ്ങളിലെ ഒരു ഭവനത്തിൽ വീട് പ്രാർത്ഥന നടക്കുമ്പം ആദ്യമേ എങ്ങനെയോ വഴിതെറ്റി ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നു. അവിടെ നിന്നും വിസിറ്റിംഗ് പാസ്റ്റർ ഒന്നും പറഞ്ഞ് വരാൻ പറ്റില്ല കേട്ടോ. അങ്കിളും ആൻറ്റിയെന്നും പറഞ്ഞൊക്കെ വരുന്നേ. ആ കാലം ഇപ്പോഴത്തെ അല്ല പറഞ്ഞു കേട്ടോ. I'm talking about 85, 84, 85, 86. അന്നൊരു ദൈവദാസൻ പറഞ്ഞു, എനിക്കറിയാം ഇവിടെ വാവച്ച് പ്രസംഗിക്കരുത്, ശബ്ദം അറിയാതെ വന്നു പോന്നാൽ ക്ഷമിക്കണം, നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങളിങ്ങനെ കൈയടിക്കാൻ പറ്റില്ല, അപ്പോൾ കൈ ഇങ്ങനെ മാത്രം കൊണ്ടുവന്നാൽ മതി, ശബ്ദം കേൾക്കത്തില്ലല്ലോ. പ്രൈസ് ഗാഡ്. എന്താ അതിൻ്റെ അർത്ഥം? അന്ന് ശരി തോന്നിയെങ്കിലും പിന്നെ ചിന്തിച്ചു, ദൈവം ഇതിലെ പലതും നിനക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും ഒരു ലിമിറ്റ് വരെ നിനക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ദൈവനാമത്തിന് കാരണമായി തീരും. അത് നിന്നെ വിളക്ക് ശോഭിക്കാൻ കാരണമായി തീരും. ഞാനടിച്ച ശബ്ദമില്ലാത്തതുകൊണ്ട് ഈ കൈയടി വേണ്ട എന്നല്ല വിചാരിക്കേണ്ടത്. Let your experience be expressed. Let your testimony to be expressed. Let your taste be expressed. Let the praise be expressed. ദൈവം തന്നിരിക്കുന്നത് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്ഥലമാണ്. ആരാധനാലയം, ദൈവസന്നിധി. അത് വന്ന പോലെ മടക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വിളക്ക് കെട്ടുപോയി കേട്ടോ. പ്രൈസ് ഗാഡ്. ഞാൻ പെട്ടെന്ന് ഓടിച്ച് നിർത്താൻ പോകുകയാണ്. 4ാമത്തെ സംഭവമാണ് ലൂക്ക് 11:13. ലൂക്ക് 11:33 വായിക്കാമോ? ലൂക്ക്. അവിടെയും സെക്കൻഡായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു, ഇത് അകത്തു വരുന്നവനെ നിന്റെ ആരാധനയും സ്തോത്രവും കണ്ടുകൊണ്ട് ഇത് കത്തുന്ന വിളക്കാണെന്ന് തോന്നണമെന്ന്
പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, ആരാധിപ്പിക്കുന്ന ഗ്രൂപ്പ്. അവർക്ക് കോൺട്രാക്റ്റാ. അവരുടെ പണി സ്റ്റേജിലോട്ട് വന്ന് അങ്ങ് ആരാധിപ്പിക്കുക. വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അത് വചനത്തിന് എതിരാ. അത് ആത്മാവുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ടൊരു സാധനമുണ്ട്, എനിക്ക് എൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയിലില്ല. തന്നെ ഇങ്ങനെ വിടർത്തി അടിക്കുന്നൊരു സാധനമുണ്ട്, എന്താ പറയുക, അക്കോഡിയം അല്ലേ? അക്കോഡിയം. ഈ അക്കോഡിയം ഇപ്പോഴില്ലത് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊരു വീട്ടിൽ പോയപ്പോൾ ഞാനത് കണ്ടു, പാത്തു വെച്ചിരിക്കാതെ തേനീച്ചപ്പെട്ടി പോലത്തെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ സാധനം നിങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശബ്ദം പാഴാന്ന് പറഞ്ഞ് അടിക്കാറുണ്ടോ ഇതല്ലേ? ഇല്ല. ഇതിങ്ങനെ നൂത്താലുടനെ ശബ്ദം വരും, മടക്കിയാലും ശബ്ദം വരും. ഇതിപ്പോൾ തുറന്നു പോയല്ലോ എന്നായിരിക്കും. മനസ്സിലായോ പറഞ്ഞേ? ഈ സാധനം ഇത് നൂത്താലും ശബ്ദം, അടച്ചാലും ശബ്ദം. ഞാൻ പറയുന്നത് ദൈവം ഇതിൽ അങ്ങനെ ആയിരിക്കണം, അഭിഷേകമുള്ളവൻ അങ്ങനെ ആയിരിക്കണം. ഇത് തുറന്ന് പെട്ടിക്കകത്ത് വീട്ടിക്കൊണ്ടാണുള്ള നല്ല സാധനമല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. നിന്റെ ആധരം നന്ദിയാൽ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ യാഗം ദൈവം അംഗീകരിക്കണം. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സമർപ്പണവും ദൈവം കേൾക്കണം. ഇല്ല എങ്കിൽ എൻ്റെ വിളക്ക് കെട്ടുവെന്നുള്ളതാണ്. സ്തോത്രം. നമ്മളൊക്കെ കുറ്റം പറയാൻ എന്തു, എൻ്റെ അഭിപ്രായത്തിൽ മലയാളികളെ കഴിഞ്ഞ് കുറ്റം പറയാൻ ആൾ ലോകത്തിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവാണ് ഞാൻ പറയാം, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ചിലപ്പോൾ കാണും, പക്ഷേ ഞാനൊരു മലയാളിയോട് പറയട്ടെ, ദൈവമേ, നമ്മൾ സ്വന്തം വസ്ത്രം എടുക്കാതെ പോയാലും മറ്റുള്ളവരുടെ വസ്ത്രത്തെ നോക്കും. ചുവപ്പ് അത്ര ശരിയായില്ലല്ലോ. മേ ബി ഐ ആം നേക്കഡ്. എൻ്റെ നേക്കഡ്നെസ് എനിക്ക് മനസ്സിലാവില്ല, അവൻ്റെ ചുവപ്പാണ് എൻ്റെ പ്രശ്നം. അതിൻ്റെ ആ ഇഴയൊന്നും അങ്ങോട്ട് ശരിയായില്ലല്ലോ, ലൈനിങ്. ചിലപ്പോൾ പ്ലെയിൻ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്, പക്ഷേ ലൈനിങ് ഉള്ളത് അത് ലൈനിങ് ഇച്ചിരി എന്തോ ഒരു വ്യത്യാസം. എന്തൊരു സന്തോഷമെന്നറിയാമോ വേറെ ആളുടെ കുറ്റം കണ്ടുപിടിക്കാൻ. ചിന്തിക്കണം, എന്നിലെ വിളക്ക് കെട്ടുപോയെന്ന് കേട്ടോ. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ചിന്തിക്കണം, എന്നിലെ വിളക്ക് കേട്ടോ. ഞാൻ ഈ വിളക്കുമായിട്ട് വരികയല്ല, അത് കത്തുന്നുണ്ടോ? ഇത് നീ കത്തുന്നെങ്കിൽ നീ തന്നെത്താനെ ഒരു മാതൃകയായി മാറും. നീ തന്നെത്താനെ മാതൃകയായി കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാധിച്ചു തുടങ്ങിക്കോളൂന്നേ. നീ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കൈയടിക്കാനും സ്തോത്രത്തിനും സ്തുതിക്കും നിന്റെ ആദരവും ശരീരവും വിട്ടുകൊടുത്താൽ ജീവച്ഛവമായിരിക്കുന്നവൻ ആരാധിക്കാൻ തുടങ്ങുമെന്ന് 2 ആഴ്ച കഴിയുമ്പോൾ. പ്രൈസ് ഗോഡ്. ഇത് ഈനാമ്പീച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ആരാധിക്കാത്തവൻ്റെ കീഴിൽ വന്നിരുന്ന് വേറൊരുത്തം വന്നിരുന്നാൽ അവൻ്റെയും കൂടെ ആരാധനപ്പെട്ടു പോകും. അതല്ല ഈ നാളുകൾ എല്ലായിടത്തും നടക്കുന്നത്. പിന്നെ അതിന് പകരം ആരാധിപ്പിക്കാൻ ഇവിടെ കുറേ ടീമുകൾ, പല സഭകളിൽ പോയാൽ കാണാം, ആരാധിപ്പിക്കാൻ കുറേ ടീമുകളുണ്ട്. അതിന് പറ്റിയ മ്യൂസിക് ഇട്ടില്ലെങ്കിൽ അവിടെ ആരാധനയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അടിയട AB CD അവനെ ഇങ്ങനെ മൂപ്പിച്ചു കൊടുക്കുക. കാരണം ഇതങ്ങോട്ട് പൊങ്ങുന്നില്ല. ഇതല്ല ആരാധന. ഉയരത്തിൽ നിന്ന് വരേണ്ട ഒരു ശക്തിയുണ്ട്. അതാ പെന്തക്കോസ്തിന്റെ ആരാധന. കാലം മാറി. ഇതിപ്പോ ആരാധിപ്പിക്കാൻ കോൺട്രാക്ട് എടുത്ത് നടക്കുക. അതിന് പ്രത്യേക മ്യൂസിക്കുകൾ, പ്രത്യേക ബാൻഡ്, പ്രത്യേക കീ. ഇപ്പൊ ഇതൊന്നും പോരാന്നാ പറയുന്നേ. പുതിയ ഡ്രം വേണം. എന്താ? ചിരിച്ചാൽ ഡ്രം കേൾക്കുന്ന ശബ്ദം, നിന്നാൽ ഡ്രമ്മിന്റെ ശബ്ദം, എന്നാലേ ആരാധന വരത്തുള്ളൂ. What kind of lamp you have? നിന്റെ വെളിച്ചം ഏതാ? Praise God. മാനസാന്തരം ഉണ്ടാവണം. Praise God. Hallelujah. ദൈവം തന്നിരിക്കുന്നത് മുഴുവനും നിന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ആയിത്തീരണം. അതിൻ്റെ സഹോദരന് വർധനയ്ക്കുമായിത്തീരണം. ഈ സഹോദരി ദൈവത്തെ ആരാധിക്കണം. നീ മൂലം, നിന്റെ സ്തോത്രം മൂലം ഈ വ്യക്തി സ്തോത്രം പറയട്ടെ. നിന്റെ വിശ്വാസം മൂലം ഈ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം വരട്ടെ. നിന്റെ സ്നേഹം മൂലം ഇവരിൽ സ്നേഹം ഉണ്ടാകട്ടെ.
വിളക്ക് കെട്ടുപോകരുത് കേട്ടോ. മൂന്നാമത്തെയോട് പറഞ്ഞു നിർത്താം. കരിന്തിരി. ദൈവസഭകളിൽ ഒത്തിരിയും കരിന്തിരിയുണ്ട്. എന്താ കാര്യം? മക്കളെ, ഞങ്ങളൊക്കെ ഒത്തിരി ആരാധിച്ചതായി. പണ്ട് ചാക്കോച്ചാൻ്റെ കാലത്ത്, പണ്ട് പത്രോസിൻ്റെ കാലത്ത്, പണ്ട് തോമാച്ചൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ എന്തുമാത്രം മല കയറിയ. ഇപ്പോഴുണ്ടല്ലോ നിങ്ങളൊക്കെ ആരാധിക്കുന്നേ. ഇപ്പം നിങ്ങളുടെ സീസണാണ്. അങ്ങനത്തെ സീസൺ ദൈവസന്നിധിയിലുണ്ടോ? അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിളക്കിൻ്റെ അകത്ത് കരിന്തിരിയായി പോയി കേട്ടോ. ബേൺഡ് വിക്സ്. കത്തി കത്തി പിന്നില്ല. അതിപ്പോൾ എന്ത് ചെയ്യാനാ പാസ്റ്ററേ? അതിപ്പോൾ എന്ത് ചെയ്യാനാ? അതെന്ത് ചെയ്യാനാന്നുള്ള പണിയുണ്ട് വേദോസത്തിൽ. അത് പറഞ്ഞു നിർത്താൻ പോവാം. ഇപ്പോൾ പലരും വിചാരിക്കും, പാസ്റ്റർ പ്രസംഗിക്കാൻ കുറേ സമയമായി, ഇത്രയും സമയമായിട്ടും ഇങ്ങോട്ട് കൊണ്ട് എത്തിച്ചില്ലല്ലോ, നമുക്ക് വേണേ കേട്ടാൽ മതി. വീട്ടിൽ പോയി എന്ത് കൊടുക്കാനാ? എനിക്ക് നിങ്ങളെക്കാട്ടിലും ഉറങ്ങാത്ത ആളാണ് ഞാൻ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് അപ്പുറം പോകാൻ പറ്റില്ല. ചിലർ പറയാം അങ്ങനത്തെ വചനം വേണ്ടാന്നേ, നിർത്ത്. ചില സമയത്ത് എനിക്കും തോന്നിയാറുണ്ട്. പക്ഷേ ഇത് പറയാതെയും കേൾക്കാതെയും പോവരുത് കേട്ടോ. ഇത് നിന്നെയും എന്നെയും വളർത്തുന്നതാ. കരിന്തിരി. എത്ര പേരാ കരിന്തിരി ഉള്ളത് ദൈവസഭയിലുള്ളത്? എത്ര ഭവനത്തിൽ കരിന്തിരിയുണ്ട്? പണ്ടത്തെ ആരാധന എവിടെ പോയി? പണ്ടത്തെ സ്തോത്രം എവിടെ പോയി? പണ്ടത്തെ കയ്യടി എവിടെ പോയി? പണ്ടത്തെ അന്യഭാഷ എവിടെ പോയി? അങ്ങനെ കള്ളൻ അന്യഭാഷ പറഞ്ഞു നമ്മുടെ അന്യഭാഷ പോയി. കള്ളൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്യഭാഷ പോയി. ഇനി കേൾക്കാൻ അന്യഭാഷ പ്രാവ്. എടാ, ഈ കള്ളൻ ഇത് തന്നെയല്ലേ പറഞ്ഞെന്നാ? അവൻ ഭയങ്കര കാൽക്കുലേഷനാണ്. പിന്നെ നമുക്ക് ദൈവസഭകളിലൊക്കെ ഭയങ്കര കാൽക്കുലേഷനാണ്. ഇപ്പം ആര് ജയിച്ചു? ദുഷ്ടാത്മാവ് ജയിച്ചു. പരിശുദ്ധാത്മാവ് വരേണ്ട സ്ഥാനത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഇറക്കി വിട്ടിട്ട് നിന്റെ മനസ്സിനെ കടുപ്പിക്കുന്ന ചില പ്രത്യേക പദ്ധതി പൈശാചികമാണെന്ന് നീ തിരിച്ചറിയണം. ഇനിയും മടങ്ങി വരാം. പെട്ടെന്ന് മടങ്ങി ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. കരിന്തിരി. സ്തോത്രം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 30 വേർഡ്സ് 7. അത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. ആ വാക്ക് ശ്രദ്ധിക്കണേ. അത് തമിഴുകാരെഴുതിയത് കൊണ്ടാണ് ദീപം തുടയ്ക്കുമ്പോൾ എന്ന് എഴുതിയത്. ഇനിയും അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. ഇൻസെൻസ് ഓൺ ഇറ്റ്, he shall burn it every morning. Wait a minute. ശ്രദ്ധിക്കണം ആ വാക്ക്. And trims. കരിന്തിരി മുറിച്ച് കളയണമെന്ന് പുരോഹിതൻ. Praise God. എല്ലാ ദിവസവും ടാബർനാക്കളിൽ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നാലും വന്നില്ലേലും എല്ലാ ദിവസവും പോയി ഈ വിളക്ക് കത്തിക്കുമ്പോൾ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, he should refill the oil. രണ്ട്, he should trim ചെയ്യണം. ആ ഇന്നലെ വരെ കത്തിയ ആ കരിഞ്ഞ ഭാഗത്തെ മുറിച്ചു കളയണം. കാരണം നീ ഇന്നലെ പോലെ കത്തണമെങ്കിൽ മുറിപ്പ് ആവശ്യമാണ്. മനസ്സിലായോ? ഇന്നലത്തെ പോലെ കഴിഞ്ഞ 10 വർഷം മുമ്പ് ആരാധിച്ചില്ലേ? കർത്താവിനെ നമ്മൾ കണ്ട ഒരു ദിവസമില്ലേ? അന്നത്തെ ആരാധന ഇന്നില്ലാത്തതിൻ്റെ കാരണം പലപ്പോഴും സൺഡേ വന്നിട്ട് ട്രിമ്മിങ് ഇല്ല. പാസ്റ്റർക്ക് മറ്റുള്ളവർക്കും ട്രിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുക. എറമ്പല്ലിരിക്കുന്നവന് ട്രിം ചെയ്യുക. സ്വന്തമേ ഒന്ന് ട്രിം ചെയ്ത് നോക്ക്, കത്തും നീ. ഇവിടെ പറയുന്നത് നീ ട്രിം ചെയ്യണം ആരാധനയ്ക്ക് വരുമ്പം കേട്ടോ. എവിടൊക്കെയാ നിന്നെ കൊണ്ട് പറ്റാത്ത ഭാഗങ്ങൾ അത് നീ എത്രയും പെട്ടെന്ന് ട്രിം ചെയ്ത് മാറ്റിക്കോണം. എന്നിട്ട് റീഫിൽ ദ ഓയിൽ. പ്രൈസ് ഗാഡ്. അപ്പോൾ മനസ്സിലായല്ലോ,
കരിന്തിരി പിടിച്ചാലുള്ള ദോഷം. പുരോഹിതനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വന്ന് ട്രിം ചെയ്യണം കേട്ടോ. എവറി ഡേ മോർണിംഗ് യു ഷുഡ് ട്രിം. ആസ് എ ചിൽഡ്രൻ ഓഫ് ഗാഡ് നാം ദൈവത്തിൽ വരുമ്പോൾ ട്രിമ്മിങ് ആവശ്യമാകട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പ്ലാൻ അനുസരിച്ച് ഇത് കത്തില്ല, ആലയത്തിൽ പ്രകാശമില്ലാതായി പോവും. നിൻ്റെ കുടുംബജീവിതമാകുന്ന ആലയത്തിൽ പ്രകാശമില്ലാതാവും, നിൻ്റെ കുടുംബജീവിതത്തിൽ പ്രകാശമില്ലാതാകും. ട്രിമ്മിങ് ആവശ്യമാകട്ടോ. വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ടോ? നീ കത്തിച്ചു വെക്കും, 10 മിനിറ്റ് കഴിയുമ്പം കെട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പാട്ടിന് നല്ല ഉഷാറാ, രണ്ടാമത്തെ ഒരു ഇങ്ങനെ കിടക്കും. എന്താണെന്നറിയാമോ? ട്രിം ചെയ്താ രാവിലെ വന്നത്, ട്രിം ചെയ്തിട്ട് വേണം വരാൻ. എന്നിട്ട് ഓയിൽ വന്ന് ഫ്രീ ഫിൽ ചെയ്യണം കേട്ടോ. ഇനിയും മത്തായി സുവിശേഷം ഇടയ്ക്ക് വരാം, അവിടെ ഭാഗം ഞാൻ നിർത്തുക, കാരണം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. സോറി, ലൂക്ക്, മൈ മിസ്റ്റേക്ക്. മാത്യു 25:7 നമ്മൾ വായിച്ച ആ വൈസ് ലേഡീസിനെ കുറിച്ച് വായിച്ചില്ലേ? അവിടെ അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിന് ഇംഗ്ലീഷ് വായിച്ചേ. എല്ലാ പെണ്ണുങ്ങളും എഴുന്നേറ്റു. ഇംഗ്ലീഷ് വായിര. സി എന്തോ അവിടെ ചെയ്തേ? അത് ഇംഗ്ലീഷിലേ ഉള്ളൂ. ഈ പെണ്ണുങ്ങളെല്ലാം എണ്ണിച്ച് അന്നേരമാണ് നോക്കുന്നത്. ഷോ കരിന്തിരിയാ. ട്രിം ദെയർ ലാമ്പ്. എന്നിട്ടാ കത്തിച്ച് നോക്കിയത്. അപ്പോഴാ സംഭവം എണ്ണയിലെന്ന് അറിഞ്ഞേ. ട്രിം ചെയ്തുകൊണ്ട് മാത്രം കത്തത്തില്ല, എണ്ണ വേണം. റിലേറ്റഡ് ആകട്ടോ. ഈ കന്യകമാരൊക്കെ എണ്ണിച്ചു. ആസ് യൂഷ്വലി ചെയ്യുന്നത് പോലെ, റെഗുലറി ചെയ്യുന്നത് പോലെ ദേ ട്രിം ചെയ്തവർ. പക്ഷെ പിന്നെ കത്തിച്ച് നോക്കിയപ്പോഴേ ഈ സംഭവം തെളിയുന്നില്ല, കത്തുന്നില്ല, ലൈറ്റ് വരുന്നില്ല. കാരണം കുഞ്ഞെ ഒരു സാധനം വേണമായിരുന്നു. നോട്ട് ഓൺലി ട്രിമ്മിങ്, യു നീഡ് ഓയിൽ ഓൾസോ. നോട്ട് ഓൺലി ഓയിൽ, യു നീഡ് എ ട്രിം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ഓയിൽ ഉണ്ടെന്ന് മാത്രം പോരാ, ട്രിമ്മിങ് വേണം. ട്രിമ്മിങ് മാത്രം പോരാ, ഓയിൽ വേണം. രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ഇത് കത്തത്തുള്ളെന്ന്. Praise you Jesus, hallelujah, hallelujah. ഇത് കത്താൽ ഇപ്പോൾ ഇത് കത്തുന്നില്ലെന്ന് വിചാരിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതി. കത്തുന്നില്ല. എന്നാൽ ഒരു ദോഷം സംഭവിക്കും. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14 16. കേട്ടോണേ, ശ്രദ്ധിക്കണം. കൺക്ലൂഡ് ചെയ്യാൻ പോവാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ പേഴ്സൺ. ഒരു നോർമൽ പേഴ്സൺ ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് ദ അഡ്വൈസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഓർ ദ വേർഡ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് എ ഫൂളിഷ്നെസ് ഫോർ ഹിം. ഇതവന് വെറും ഫൂളിഷ്നെസ്സാ. പിന്നെ ആത്മീയനോ അത് വിവേചിക്കണം, ഇൻറ്റർപ്രറ്റ് ചെയ്യണം. അതവന് അപ്പം വിവേചിക്കാത്തത് കൊണ്ട്, ഇത് എനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കാത്തടത്ത കാലം ഇത് നമുക്കാവത്തില്ലെന്നേ. We should interpret, God, is it for me? What I need to trim? Praise God, hallelujah. അടുത്ത വാക്യയുടെ ആത്മീയനോ, who are with the lamp, with the oil, with the burning, അവനോ സകലത്തെ ട്രിം ചെയ്യുന്നവൻ. കാറ്റ് വന്നപ്പം വീഴാതെ നിന്നവൻ, അവൻ സകലത്തെയും വിവേചിക്കുന്നു. താൻ ആരാലും എൻ്റെ ഗുണം വേറൊരാൾ പറയണ്ട, എൻ്റെ ഗുണം എനിക്ക് തന്നെ അറിയാമെന്ന്. എൻ്റെ ആത്മീയത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന നന്മ എനിക്കറിയാം. അടുത്ത വാക്യം കൂടെ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പേര് വരുന്നുണ്ട്. പ്രൈസ് ഗാഡ്. അത് വേണ്ടാന്ന്. നമുക്കുള്ളത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, എൻ്റെ ലാമ്പ് കത്തിക്കൊണ്ടിരിപ്പാൻ ദൈവം നമ്മെ ഈ വാക്കുകളാൽ സഹായിക്കുമാറാകട്ടെ. God bless you. God bless us with this word. Praise God.